കർത്താവിന്റെ ദിവസം അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പ്രവേശിക്കുന്നു. കർത്താവേ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ ജീവിതത്തിലേക്ക് ഞങ്ങൾ തിരികെയാണ് ചെയ്യുക. ഇന്നത്തെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കുന്നവർ തെറ്റൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് ഈ പ്രാർത്ഥനയുടെ കൂടെ ചേരാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ, അമ്മയുടെ ഞങ്ങൾക്ക് ഈ നിമിഷം മുഴുവൻ അമ്മ ഞങ്ങൾക്കൊരു മാധ്യസ്ഥം വഹിക്കുന്നതിന് ഞങ്ങൾ സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവ്, ഇന്ന് യാത്ര ചെയ്യുന്നവർ ഇന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസങ്ങളാണ്. ഇന്ന് കുടുംബങ്ങളിലൊക്കെ ആൾക്കാർ കൂടുകയും ഓരോ തീരുമാനം എടുക്കുന്ന ദിവസങ്ങളാണ്. ഇന്ന് പലതരത്തിലുള്ള യാത്രയ്ക്ക് പോകുന്നവരുണ്ട്. കർത്താവ് കുർബാനയും കൂടിയതിന് ശേഷം കുറേ പേര് പ്രാർത്ഥനയിലൊക്കെ ജീവിക്കും. കുറേ പേര് ലോകത്തുള്ള മുഴുവനും കാര്യങ്ങൾ ചെയ്തു തീർക്കണതും അലക്കണതും വീട് കഴുകണതും എല്ലാം ഇതെല്ലാം കർത്താവ് ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യണം. അപ്പോഴാണത് കർത്താവിൻ്റെ ദിവസമായി മാറുന്നത്. ഇതെല്ലാം ചെയ്യുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു വചനമുണ്ടോ, കേൾക്കാം. കൊളോസ്യസ് 3:17. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ കണ്ടില്ലേ, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലോ അതെല്ലാം കർത്താവായ യേശു വഴി, കർത്താവ് യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യണം. എന്ത് ചെയ്താലും പണ്ട് എനിക്ക് അമ്മയൊക്കെ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ നമ്മളെ കോട്ടുവാടുകയാണെങ്കിൽ അമ്മ കുരിച്ചിട്ട് തരും. കോട്ടുവാ പോരും നമ്മൾ. അതുപോലെ തന്നെ മരുന്നെടുത്താൽ അമ്മ വിശ്വാസപ്രമാണം ചെയ്തിട്ട് അമ്മ കുരിശിട്ട് തരും. ചില പണ്ട് ഈ കാലങ്ങളിൽ ആധ്യാത്മിക സാക്ഷരത കൂടിയെങ്കിലും നമ്മുടെ അനുഷ്ഠാനങ്ങളിലുള്ള വിശുദ്ധ പാരമ്പര്യങ്ങൾ ഇന്ന് ആരും ചെയ്യുന്നില്ലെന്നൊന്നും ഞാൻ പറയണില്ല. ചെയ്യുന്നവരൊക്കെ നല്ല ആത്മാർത്ഥത ചെയ്യുന്നുണ്ട്, പക്ഷെ കുറഞ്ഞു വരുന്നുണ്ടെന്ന് സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. കാര്യം നമ്മൾ നന്മ വരുമ്പോൾ നമ്മൾ ചില സമയം ദൈവത്തെ ഓർക്കും, അല്ലെങ്കിൽ തിന്മ വരുമ്പോൾ നമ്മൾ
നന്മ വരുമ്പോൾ ചില സമയത്ത് നമ്മൾ ഓർത്ത് യഥായോഗ്യം നന്ദി പറയാതിരിക്കുകയും, അവർക്ക് പിന്നെ എന്താ തിന്മ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ സങ്കടം വരുമ്പോൾ പിന്നെ ദൈവം ഉണ്ടായിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല അങ്ങനെ പറയാൻ നമുക്ക് ഒരു അധികാരമില്ല. അധികാരം എന്നല്ല പ്രശ്നം ഇവിടുത്തെ പ്രശ്നം ദൈവത്തെ സ്നേഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ഭയങ്കര സന്തോഷമായിരിക്കും. അവനിത് തിന്മ വന്നാലും ശരി, അതൊക്കെ കർത്താവ് കുറച്ച് മാറ്റും. എന്ന് പറഞ്ഞാൽ കർത്താവിനായിരിക്കും പ്രാധാന്യം. കർത്താവിൽ നിന്ന് കിട്ടുന്ന ചൂടിനും തണുപ്പിനും ഒന്നുമല്ല പ്രാധാന്യം. ചിലക്ക് തണുപ്പിനും ചൂടിനുമാണ് പ്രാധാന്യമെങ്കിൽ നിങ്ങൾ ചൂടിനെയും തണുപ്പിനെയുമാണ് ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? ദൈവത്തിൽ നിന്ന് ചൂടും വരും തണുപ്പും വരും. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ആ ചൂടിനും തണുപ്പിനുമാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ, നല്ല അനുഭവങ്ങൾക്കും മോശം അനുഭവങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നമ്മുടെ ദൈവം അനുഭവങ്ങളായിട്ട് മാറും. ദൈവമായിരിക്കണം മാറത്തില്ല. ദൈവത്തിനായിരിക്കണം പ്രാധാന്യം, ചൂടിനും തണുപ്പിനും ആയിരിക്കരുത്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ചൂടിനും തണുപ്പിനും അല്ലെങ്കിൽ നല്ല അനുഭവത്തിനും മോശം അനുഭവത്തെ അനുഭവബന്ധിയായിട്ടാണ് നമ്മൾ ദൈവത്തേക്ക് അടിസ്ഥാനപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം ഈ അനുഭവങ്ങൾക്ക് വേണ്ടിയുള്ള എന്തോ ഒരാളായിട്ട് നമ്മൾ മാറും. അനുഭവങ്ങൾക്ക് അതീതനാണ് ദൈവം. ദൈവത്തെ നമ്മൾ സ്വീകരിക്കുന്നത് ദൈവത്തിന് വേണ്ടി മാത്രമാണ്. ഞാൻ ഇടയ്ക്ക് നിങ്ങൾ പറയത്തില്ലേ, ഇപ്പം നമ്മൾ പശുവിനെ സ്നേഹിക്കുന്നു. കാരണം എന്താണ്? പശു നമുക്ക് പാല് തരുന്നു. പിന്നെ എന്താണ്? ആ പശുവിനത്തെ പാല് നമുക്ക് വെണ്ണ തരുന്നു. പാൽ കൊണ്ട് നമുക്ക് മോരുണ്ടാക്കാം. അപ്പം അത് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതൊന്നും തരാത്തൊരു കാലത്താകുമ്പോൾ നമ്മൾ പശുവിനെ വിറ്റുകളായിത്തില്ലേ? അതാണ് പ്രശ്നം. അതുപോലെ തന്നെയുള്ള ഒരു അപ്രോച്ചാണ് ഒരു കന്നുകാലികളുടെ വീട്ടുമൃഗങ്ങളോടുള്ള ഒരു അപ്രോച്ചാണ് ചില ദൈവത്തോട് കാണിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവങ്ങൾ നല്ലതല്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന നമ്മൾ കുറക്കും. അപ്പം നമുക്കറിയാം നമ്മുടെ എന്തോ ആവശ്യത്തിന് അധിഷ്ഠാനമാക്കിയാണ് ദൈവത്തെ വെച്ചിരിക്കണമെന്നാണ്. അപ്പം നമ്മുടെ ഒരു ദൈവമാണ്. ഇപ്പോൾ ഒരു ബുക്കില്ലേ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങൾ തമ്പുരാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിലുള്ളതാണിത്. നമ്മൾ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തെ അവലംബിക്കുകയാണെങ്കിൽ നമ്മുടെ ദൈവം കുഞ്ഞു ദൈവമാണ്, അനുഭവങ്ങളുടെ ദൈവം മാത്രമാണ്. അനുഭവാതീത ദൈവത്തെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഉടമ്പടിയിലും നമ്മുടെ ജീവിതത്തിൽ അനുഭവാതീത ദൈവം. അപ്പം ദൈവത്തെ തോന്നും ദൈവത്തിന് വേണ്ടിയാണ് അന്വേഷിക്കുന്നത്. പലപ്പോഴും അനുഭവങ്ങൾക്ക് അങ്ങനെ കുറച്ചിൽ വരേണ്ട, ദൈവത്തോട് ഇടപെടുമ്പോൾ അനുഭവങ്ങൾക്ക് അങ്ങനെ കുറച്ചിൽ വരേണ്ട കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പൊതു പോളിസിയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം സ്വർഗത്തിൽ വന്നിട്ടുള്ള ഒരു പോളിസി ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഇപ്പം ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവരിലേക്കും അയക്കുമെന്ന് പറഞ്ഞില്ലേ? ഇത് ഇവിടെ പറഞ്ഞിരിക്കണത്, ഇത് പറഞ്ഞിരിക്കുന്നത് നടപടിയിലാണ്. നടപടി 2:17 പക്ഷെ അത് ജോയലിൻ്റെ ഇത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിരിക്കണതാണത്. ജോയൽ 2:28 അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാലും ഞാനിപ്പോ പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന വചനങ്ങൾ തന്നെയാണ്. പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ നിയമത്തിലേക്ക് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയാണെന്നറിയാവോ? നടപടി പുസ്തകത്തിന്റെ 2:17 ഇത് സെയിം തിങ്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അതായത് നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ പിതാക്കന്മാര് സ്വപ്നങ്ങൾ കാണും, യുവാക്കന്മാർക്ക് ദർശനം ഉണ്ടാകും. അപ്പൊ ഇത് ജോയലിന് എടുത്തതല്ലേ? ജോയൽ അന്ന് എന്ന് പറഞ്ഞ വിഷയം യേശുവിൻ്റെ കാലത്ത് നിറവേറിയിരിക്കുകയാണ്. എപ്പോഴാണ് നിറവേറിയത്? അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവർക്കും വേണ്ടി നൽകുമെന്ന് പറഞ്ഞല്ലേ. അതിനെ പറയാൻ കാരണം എന്താണ്? അങ്ങനെ എല്ലാവർക്കും വേണ്ടി ആത്മാവിനെ നൽകാൻ പണ്ട് അങ്ങനെ നൽകത്തില്ലല്ലോ. പണ്ടിങ്ങനെ സാംസന് ആത്മാവിനെ കിട്ടി, സാമുവേലിനും പരിശുദ്ധാത്മാവിനെ കിട്ടി, ദാവീദിന് പരിശുദ്ധാത്മാവ് കിട്ടി, അവന് ഗിദെയോന് പരിശുദ്ധാത്മാവ് കിട്ടി. ഇവരെല്ലാവരും ഒറ്റപ്പെട്ട നേതാക്കന്മാർക്ക് ഓരോരോ കാലഘട്ടങ്ങളിൽ കൊടുത്തതാണ്. ഇപ്പം അങ്ങനെയല്ലല്ലോ. പോളിസി ചേഞ്ച് വന്നു. എന്താണ്? എൻ്റെ ആത്മാവിന് ഞാൻ എല്ലാവർക്കും നൽകുമെന്നല്ല പറയണത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആ നയം വരാൻ കാരണം എന്താണ്?
എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. 1 തിമോത്തി 2:4 എല്ലാവരും രക്ഷിക്കപ്പെടണം. അതാണ് കാര്യം. ദൈവത്തിന്റെ പോളിസിയിൽ ഒരു ചേഞ്ച് വരാൻ കാര്യം രക്ഷ. ഈശോ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഈശോ ചെയ്തു. എന്താണ്? അവൻ അവന്റെ വിശുദ്ധമായ രക്തത്താൽ പാപത്തിന് പരിഹാരം ചെയ്തു. അവൻ വിലക്ക് വാങ്ങിച്ചെടുത്തിരിക്കണവര് അവൻ നമുക്ക് വേണ്ടിയുള്ള ആ പേയ്മെന്റ് നടത്തി കഴിഞ്ഞു. പേയ്മെന്റ് നടത്തിയതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള പേയ്മെന്റ് നടത്തിയിരിക്കുന്നത്. കർത്താവ് അല്ലാതെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും വേണ്ടി പാപത്തിന് പരിഹാരമായിട്ട് അവൻ പേയ്മെന്റ്. അതാണ് നമ്മൾ വിലക്ക്. അപ്പൊ വിലക്ക് വാങ്ങപ്പെട്ട അങ്ങനെ വചനമുണ്ട്. 1 കൊരിന്ത്യർ 6:20 വായിച്ചേ. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതാണ് കാര്യം. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആര് വിലക്ക് വാങ്ങി? ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തു. അതാണ് പറയണത്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഈശോ പേയ്മെൻറ്റ് ചെയ്തപ്പോഴേ കുറച്ച് ഒരു രാജ്യത്തിലെ കുറേ ആൾക്കാർക്കല്ലേ വിചാരിക്കണത് ഇനി ജനിക്കാൻ പോകുന്ന ഈ ഭൂമി മനുഷ്യവാസവും നിലനിൽക്കത്തോളം കാലമുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള പേയ്മെൻ്റ് ആണെന്ന്. അതുകൊണ്ടാണ് ദൈവം എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്, സത്യമാർഗം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, കർത്താവിൻ്റെ മാർഗം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴേ ആണ് ഇതുപോലെ മുമ്പത്തേക്കാൾ ഈ വിഷയത്തിനെ കുറച്ചുകൂടി ഒത്തിരിയേറെ ലൂസാക്കിയിട്ടുണ്ട്. അതായത് ടൈറ്റ് ആയിരുന്നതിനെ കുറച്ച് ലൂസാക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നാട്ടുഭാഷ ഉപയോഗിക്കുന്നത് ഈ ബൈബിൾ ഇങ്ങനെയും പറയാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ബൈബിൾ ഇങ്ങനെ ഇടിച്ചു കുത്തി ഒരു പ്രത്യേക സ്റ്റൈലിൽ മനുഷ്യർക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിക്കാം. ബൈബിള് ക്ലാസിക്കലായിട്ട് സംസാരിക്കാം, ശാസ്ത്രീയമായിട്ട് സംസാരിക്കാം. എന്ത് സംസാരിച്ചാലും ബൈബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആത്മരക്ഷയല്ലേ? അതാണ് വിഷയം. ആത്മരക്ഷയെക്കുറിച്ച് പറയാതിരിക്കുകയും ബൈബിളിനെ കുറിച്ച് താത്വിക പ്രബോധനം നടത്തുകയും ശാസ്ത്രീയ അവബോധം ഉണ്ടാക്കുകയും ചെയ്താൽ ആർക്ക് എന്നാ ഗുണം കിട്ടാനാണ്? അത് ക്ലാസ് വലിച്ച് ഓക്കെ, അങ്ങനെയുള്ള ട്രെയിനിങ് സെൻറ്ററിലൊക്കെ ഓക്കെയാണ്. പക്ഷേ ബൈബിള് പൊതുജനങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കണം എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്ന് അവൻ്റെ രക്ഷ ഈ ബൈബിള് കൈമാറ്റം ചെയ്യുന്ന ആൾ ഉറപ്പ് വരുത്തണം. ഉറപ്പ് വരുത്തേണ്ട ആ ലളിതമായ ഭാഷയിൽ അവനിലേക്ക്. അതാണ് ഞാനെപ്പോഴും ചെയ്യണത്. അല്ലാതെ ഞാനിങ്ങനെ ഉഴപ്പി സംസാരിക്കുക അല്ല. ശരിക്കും പറഞ്ഞു ചില കന്യാസിമാരൊക്കെ ഇതിൻ്റെ അകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞത് തന്നെ ഞാൻ പറയാം. അങ്ങനെ ഒരിക്കലും ചെയ്തില്ല. പറഞ്ഞതിനെ പിന്നെ ഒരിക്കലും പറയും നിങ്ങൾ ശ്രദ്ധിക്കാം. അല്ലത് ഇപ്പോൾ 2.5 മണിക്കൂർ സംസാരിക്കുമ്പോൾ ഞാൻ എത്രയോ കാലമായിട്ട് സംസാരിക്കണതാണ്. എന്നാലും ഒരു 10% റെപ്പറ്റീഷനേ വരത്തുള്ളൂ, 5% റെപ്പറ്റീഷനേ വരത്തുള്ളൂ. അത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോണ്ടസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. പറഞ്ഞതിന് തന്നെയും പറയുകയല്ല, അതിൻ്റെ ലിങ്കും ലൂപ്പിങ്ങൊക്കെ എല്ലാം ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ പുതിയൊരു വേർഷനായിട്ടായിരിക്കും, പാഠഭേദമായിട്ടായിരിക്കും വരണത്. പിന്നെ ഇപ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ധ്യാനത്തിൽ വരുന്ന ചില കാര്യങ്ങൾ ഡെയിലി ബ്രെഡിൽ വരും. ഉടമ്പടി ധ്യാനത്തിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഉടമ്പടി ധ്യാനം കൂടിയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഡെയിലി ബ്രെഡ് വരുമ്പോൾ അച്ഛൻ അവിടെ പറഞ്ഞല്ല, സ്വാഭാവികമായിട്ട് പറയാം. കാര്യം ഇത് രണ്ട് കമ്മ്യൂണിറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഓപ്പൺ ഫോർ ദി ജനറൽ പബ്ലിക്കാണിത്. വചനം ഉടമ്പടി ഈ നമ്മളിവിടെ ഡെയിലി ബ്രെഡിൽ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കണം. അല്ലെങ്കിൽ അത് 2 പ്രാവശ്യം കേട്ടുകൊണ്ടല്ല കുഴപ്പമൊന്നുമില്ല. 2 പ്രാവശ്യം അവസാനം കേട്ടതുകൊണ്ടേ അത് ഓർമ്മിക്കുമില്ല. ചില വചനങ്ങൾ ചില സമയത്ത് നല്ല ക്യാപിറ്റൽ വേർഡ്, കീ വേർഡൊക്കെ ഉണ്ടാകും. അതൊക്കെ ഉടമ്പടിയുടെ അതൊക്കെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. അത് സഭയുടെ ഒരു പാരമ്പര്യമാണത്. 2:10 1:12 എടുത്തേ. നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം ചില ഉടമ്പടി വചനങ്ങൾ റെക്കർ ചെയ്ത് വരും. അത് ഓർപ്പിച്ചുകൊണ്ടേ ഇരിക്കണതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കേട്ടവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിച്ച് മനസ്സ് ഉറപ്പിക്കാനും അത് സഹായിക്കും. അല്ലാതെ മനഃപൂർവ്വം റിപ്പീറ്റ് ചെയ്യത്തില്ല ഒരിക്കലും. എൻ്റെ പേര് അനുജ, ഞാൻ വൈക്കത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ജനുവരിയിലാണ്. അതിന് മുമ്പേ 2019 മുതൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. കാരണം എൻ്റെ മമ്മി വഴിയാണ് ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഞാൻ അന്ന് ഉടമ്പടി എടുത്ത 2002 ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ അമ്മ മാതാവ് എനിക്ക് ഞാൻ വെച്ച നിയോഗങ്ങളിൽ 3 കാര്യങ്ങൾ എനിക്ക് നടത്തിത്തന്നു. ഞാനത് പിറ്റേ ആഴ്ച തന്നെ വന്നിവിടെ സാക്ഷ്യപ്പെടുത്തിയായിരുന്നു. പിന്നീട് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്.
ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു 8 വർഷമായിട്ട് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും പോലെ തന്നെ വിദേശത്ത് പോകുകയെന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. അതിനു വേണ്ടി തന്നെയായിരുന്നു ആക്ച്വലി ഞാൻ എൻ്റെ ഉടമ്പടി എടുത്തത് തന്നെ. എനിക്ക് എൻ്റെ കാര്യങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് മുമ്പോട്ട് പോയപ്പോൾ തോറും എനിക്ക് കൂടുതൽ ഡിലേ ആണ് വന്നത്. കുറേ പ്രോസസ്സ് ചെയ്തു, കുറേ കാര്യങ്ങൾ ചെയ്തു, എല്ലാം ഫ്ലോപ്പാകും. കുറേ ഏജൻസീനെ കണ്ടു, കുറേ പൈസ കൊടുത്തു, റീഫണ്ട് മേടിക്കും, പിന്നെയും കൊടുക്കും, റീഫണ്ട് മേടിക്കും, അതിനിടയ്ക്ക് എക്സാം എഴുതും. ഇത് തന്നെയായിരുന്നു പരിപാടിയൊക്കെ. അപ്പോഴൊക്കെ ഞാൻ ഉടമ്പടിയിലായിരുന്നു. പക്ഷേ എന്നാലും എൻ്റെ പ്രയോറിറ്റി എൻ്റെ ആഗ്രഹങ്ങൾക്കായിരുന്നു, എൻ്റെ തീരുമാനങ്ങൾക്കായിരുന്നു. ഞാൻ പൂർണ്ണമായിട്ടും മാതാവിന് എന്നെ വിട്ടുകൊടുത്തിട്ടില്ലായിരുന്നു. മറ്റുള്ളവരുടെ നിയോഗങ്ങൾ എഴുതിയാൽ പോലും എനിക്ക് എൻ്റെ കാര്യത്തിൽ പ്രയോറിറ്റി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. 2024 ആയപ്പോൾ ഒരു സെപ്റ്റംബർ മാസം എനിക്കൊരു ലിങ്ക് കിട്ടി. അതൊരു കുവൈറ്റിലേക്കുള്ള ഒരു എമോഷണൽ ലിങ്കായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഗൾഫ് കൺട്രിയിൽ പോകാനുള്ളൊരു താല്പര്യം ഇല്ലാത്തൊരവസ്ഥയിലാണ് എനിക്ക് ലിങ്ക് കിട്ടിയത്. പക്ഷേ എന്നാലും മാതാവിനോട് ഞാൻ മുട്ടിപ്പോയി പ്രാർത്ഥിച്ചായിരുന്നു. ഇത് മാതാവ് വഴി തന്ന ഒരു കാര്യമാണ്, ജോബ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ എനിക്ക് അതിനുള്ളൊരു അടയാളം കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ലിങ്ക് ഞാൻ അപ്ലൈ ചെയ്യാനൊരു കഫേ പോയി. ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എറണാകുളത്ത് സ്റ്റേ ചെയ്യണം. ഒരു കഫേ പോയപ്പോൾ ഞാൻ ചെല്ലുന്ന കഫേ ഒരു കുഞ്ഞ് കഫേയാണ്. പക്ഷെ അന്നൊരു ഹോളിഡേ ആയതുകൊണ്ട് ഓപ്പൺ ആയിരുന്നില്ല. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന അവിടുത്തെ കഫേയിലിരിക്കുന്ന ആൾ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നു. മാതാവിൻ്റെ രൂപം ആ ചേട്ടയ്ക്ക് കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ ഉറപ്പിച്ചു, ഇതെനിക്ക് പോകേണ്ട വഴി തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിച്ചു. എങ്കിലും ഒത്തിരി തകർച്ചകളുള്ളതുകൊണ്ട് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചില്ല. പക്ഷേ എനിക്ക് എന്നെക്കാളേറെ അമ്മേൻ്റെ വിശ്വാസമായിരുന്നു. പക്ഷേ ഈ പ്രോസസ്സ് നടന്നെങ്കിലും ഞാൻ എൻ്റെ കാര്യത്തിൽ ആശുവിൽ കൂടുതൽ വിശ്വാസം വെച്ചില്ല. പകരം മറ്റുള്ളവരുടെ കാര്യങ്ങളിലും അവരുടെ നിയോഗങ്ങളിലും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന കുറേ പേരുടെ കാര്യത്തിലേക്ക് ഞാൻ അവർക്ക് വേണ്ടി മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പോഴൊക്കെ എൻ്റെ കാര്യം ഞാൻ വെറുതെ വിട്ടേക്കുക. കാരണം എനിക്കറിയാം നടക്കത്തില്ലെന്നറിയാം. കാരണം എനിക്ക് കരിയർ ഗ്യാപ്പുണ്ട്. ഒരു GCC കൺട്രി വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി അവർ എക്സ്പീരിയൻസ് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ആ കാര്യവുമില്ല, മെറിറ്റ് എനിക്കില്ല. പിന്നെ കർത്താവിൻ്റെ ഗ്രേസ് മാത്രമേ കൂടെയുള്ളൂ. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോയ സമയത്ത് ഞാൻ സെപ്റ്റംബറിലാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തിയറി വൈസിൽ വലിയ നോളജ് എനിക്ക് കുറവുമായിരുന്നു. അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു മാം അറ്റൻഡ് ചെയ്തത്. മാം അപ്പോഴും ഞാൻ മാതാവിൻ്റെ കാസ്റ്റ്യൂമും കൈവച്ച് വീഡിയോ കോൾ ആയതുകൊണ്ട് ഞാൻ ചുറ്റിനും മാതാവിൻ്റെ ഉപ്പൊക്കെ വെതറി അങ്ങനെ വളരെ പ്രാർത്ഥനയോടെ തന്നെയാണ് ഇരുന്നത്. അതിനുമ്പോൾ കുമ്പസാരിച്ചൊരുങ്ങി കുസ്തുർബാന കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇരുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് മാതാവിനോട് ഞാനൊരു അടയാളം ചോദിച്ചിരുന്നു, അമ്മ എനിക്കിനി ഒരു തകർച്ചയിലൂടെ പോകാൻ പറ്റില്ല, എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് തന്നെ. കാരണം ഒത്തിരി നാണക്കേട് സഹിച്ച് മടുത്തിരിക്കുക എല്ലാവരോടും ചോദ്യം, പുറത്ത് പോകണില്ലേ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി ഡിപ്രഷനിലൂടെ പോകുന്ന സമയമായിരുന്നു. പക്ഷേ ആ കൂടെ ഇരുന്ന അവിടെ എന്നെ ഇൻ്റർവ്യൂവിന് ചെയ്യുന്ന മാമിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് വേറൊരു ലേഡി കയറി വരുന്നു. ആളിട്ടേക്കുന്ന ഡ്രസ്സെന്ന് വെച്ചാൽ അമ്മയുടെ സിൽവർ ഗേയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ആൾ കയറി വരുന്നത്. ആളെന്നോടൊന്നും ചോദിച്ചില്ല, നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള സ്മൈലോടെ ഇരുന്ന് എന്നെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക. നമ്മുടെ അമ്മമാർ നമ്മളെ നോക്കിയിരിക്കുകയല്ലേ നമ്മൾ വല്ലതും ചെയ്യുമ്പോൾ, പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതുപോലൊരു വാത്സല്യത്തോടെ നോക്കിയിരിക്കുക. അപ്പം എനിക്ക് മനസ്സിലായി ഇത് അമ്മ മാതാവ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. പക്ഷേ എന്നാലും വിചാരിച്ചതുപോലെയല്ല. കാരണം കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് എറ്റിക്കാനിൽ ബെർക്കിസ്റ്റുമായിരുന്നു. പിന്നെ എന്ത് പ്രോസസ്സിന് പോയാലും ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് കണ്ടിട്ട് പോവുകയുള്ളൂ. അതിൽ പ്രത്യേക ഒരു അനുഗ്രഹമാണെന്ന് നമുക്കൊരു ഉറപ്പാണത്. അങ്ങനെ മുമ്പോട്ട് പോയി. അങ്ങനെ ഞാൻ കുറേ അനക്കമൊന്നും ഇല്ലാതെ വന്നപ്പോൾ മാതാവിന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാനൊരു ജനുവരി 21 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. അന്ന് ലൈറ്റിക്കാനിലിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ജനുവരി 26 ആയപ്പോൾ എനിക്ക് ഓൾറെഡി ഓഫർ ലെറ്റർ അവർ പ്രൊഡ്യൂസ് ചെയ്തു തന്നു. സാലറി പാക്കേജ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്ത് എനിക്ക് കണ്ണടിച്ചു എന്ന് വിചാരിച്ചു. എനിക്ക് അത്ര നല്ലൊരു സാലറി പാക്കേജ് അവർ തന്നേക്കുന്നത്. അലവൻസൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം എല്ലാ പ്രോസസ്സ് വയ്ക്കുമ്പോഴും ലാസ്റ്റ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ എടുക്കുന്ന സമയം എത്തിയിട്ടുള്ള സമയമുണ്ട്. അപ്പോഴൊക്കെ പൈസയ്ക്ക് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടേക്കുന്ന സമയമുണ്ട് എനിക്ക്. എന്നാലും ലാസ്റ്റ് ആകുമ്പോൾ പ്രോസസ്സൊക്കെ ഫ്ലോപ്പാകും. ഇത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 8 വർഷമായിട്ട് വെറുതെ പൈസ കളഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ഓരോ പ്രോസസ്സിന് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ എന്നാണ് എന്നെ തന്നെ എളിമപ്പെടുത്തി എൻ്റെ കാര്യം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മുമ്പോട്ട് പോയത്, ആ സമയം എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഫയൽ എടുത്തു. ഞാൻ അമ്മയ്ക്ക് നിയോഗം കൊടുക്കാൻ നേരത്ത് ഞാൻ കൊടുത്തൊരു ബണ്ടിൽ ഓഫ് ബുക്ക് പേജാണ് കൊടുത്തത്. അതിനകത്ത് പേജ് നമ്പർ ഇല്ലായിരുന്നു. എൻ്റെ നിയോഗങ്ങൾ അങ്ങനെയായിരുന്നു. പക്ഷെ മാതാവിൻ്റെ ഫയൽ ഇട്ടപ്പോൾ ഈച്ച് ആൻഡ് എവരി പേജസ് മാതാവ് തന്നെ നമ്പർ ഇട്ട് അത് ബൈൻഡ് ചെയ്ത് എൻ്റെ കയ്യിൽ എനിക്ക് തന്നെ.
അങ്ങനെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. എനിക്കിപ്പോൾ എൻ്റെ വിസ വന്നു, പെട്ടെന്ന് തന്നെ വിസ വന്നു. അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് ഇച്ചിരി കാര്യമുണ്ടായിരുന്നു. 8 വർഷത്തിന് മുമ്പ് ഒരു കാര്യമുണ്ടായിരുന്നു. അമ്മ തന്ന സ്ഥലമാണ് ഞാൻ പോകുന്നതെങ്കിൽ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് ഞാൻ പോകുന്നതെങ്കിൽ, എനിക്ക് എൻ്റെ ബർത്ത്ഡേ ജൂൺ 17-നാണ്. എനിക്ക് 16-ാം തീയതി ഞാൻ ട്രാവൽ ചെയ്യുന്ന രീതിയിൽ എനിക്ക് ടിക്കറ്റ് വേണം. നീ 8 വർഷം മുമ്പ് പറഞ്ഞ കാര്യം കേട്ടോ അമ്മയോട്, ഇന്നലെ ഒന്നും പറഞ്ഞ കാര്യമല്ല. ആക്ച്വലി ഞാൻ അത് മറന്നിരുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ മെയിൽ അയച്ചു അവർക്ക്, എനിക്ക് ടിക്കറ്റ് 15-ന് വേണമെന്നും പറഞ്ഞ് അയച്ചത്. പക്ഷേ എനിക്ക് അവരയച്ചു തന്നിരിക്കുന്ന ടിക്കറ്റ് 16-നാണ് കിട്ടിയേക്കുന്നത്. ഞാൻ ഈ ജൂൺ 16-ന് ഇവിടുന്ന് ട്രാവൽ ചെയ്യുക, എൻ്റെ അമ്മേനെ കാണിച്ചു തന്നിരിക്കുന്ന കാനാൻ ദേശത്തേക്ക്. അതാണ് എൻ്റെ ആദ്യത്തെ അനുഗ്രഹം. രണ്ടാമത്തെ അനുഗ്രഹം എന്ന് വെച്ചാൽ എനിക്കൊരു 15 വർഷമായിട്ട് അലർജിക്കായിട്ടുള്ള ഭയങ്കര ചുമയുണ്ട്. അത് ഭയങ്കര ഡ്രൈ കഫാണ്, ഒരു രക്ഷയില്ല. ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അറിയാം, പേഷ്യൻറ്റിന് സിറപ്പ് കൊടുക്കാൻ നേരത്ത് ഞാൻ മാറിയിരുന്ന സിറപ്പ് കഴിക്കേണ്ട അവസ്ഥയാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിക്കേണ്ട അവസ്ഥ വരും. അങ്ങനത്തെ ചുമയാണ്. ഞാൻ കഴിക്കാത്ത മരുന്നില്ല. ഇനി എക്സ്ട്രീം പോകാനുള്ള സ്റ്റിറോയിഡ്സ് മാത്രമേ എടുക്കുകയുള്ളൂ. അതിനൊത്തിരി കോംപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ അത് എടുക്കാൻ പറ്റാറില്ല. ഞാൻ അമ്മയ്ക്ക് അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നതാണ്. പക്ഷെ ഞാൻ പോലും നിയോഗം മറന്നുപോയി. പിന്നെ അത് കഴിഞ്ഞ് ഈ പുറത്തു പോകുന്ന സമയത്ത് നമുക്ക് മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ സമയത്ത് ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് 2 ദിവസം മുമ്പ് ചെറിയ ചുമ വന്നു. അപ്പോൾ ഞാനിങ്ങനെ മമ്മിയോടും പറഞ്ഞു വരെ, മമ്മി ഓൾഡ് ഉടമ്പിലിരിക്കുന്ന ആളാണ്. അമ്മയോട് ഞാൻ പറഞ്ഞു, മമ്മി ചുമ വന്നാൽ നിൽക്കത്തില്ല, അത് പണി കിട്ടുമെന്നോ തോന്നുന്നത്. പക്ഷേ എന്നാലും മാതാവിൻ്റെ തൈലം ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ഉപ്പ് വെള്ളത്തിലിട്ട് കഴിക്കുന്നുണ്ട്, പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി ചെയ്ത് ചെക്കപ്പ് ചെയ്തു. അത് ഞാൻ ജനിച്ചിട്ട് എടുത്തേക്കുന്ന എല്ലാ എക്സ്റേകളിലും എനിക്ക് വന്നേക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് കാണും, എന്തെങ്കിലും അക്യുമുലേഷൻ കാണും, എന്തെങ്കിലും സെഡിമെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കാണും. ആദ്യമായിട്ട് ജനിച്ചിട്ട് എനിക്കൊരു എക്സ്റേ ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ മെഡിക്കലി ഞാൻ ഫിറ്റായി, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ മാതാവ് അവിടെ എന്നെ സംരക്ഷിച്ചു. ഞാൻ മറന്നുപോയി ആ നിയോഗം പോലും മാതാവ് എന്നെ അത്രയും പ്രിയപ്പെട്ടവളായതുകൊണ്ട് അതെനിക്ക് വേണ്ടി മാതാവ് അത് ചെയ്തു തന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ ഞാൻ ഒരു സിറപ്പോ ബാക്കി മെഡിസിൻസോ ഒരു സ്റ്റിമുലേഷനോ പോലും എടുത്തിട്ടില്ല. 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പം എനിക്ക് കുറച്ച് ഒരു 2 വർഷമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു, നല്ലപോലെ ഹെവി ബ്ലീഡിങ് ഉണ്ടായിരുന്നു, PCOD ഇഷ്യൂ കാരണം. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഓൾറെഡി വെച്ച് ഉടമ്പടി വസ്തുക്കൾ വെച്ച് പ്രാർത്ഥിച്ച് വളരെ ഭക്തിയോടെ ഞാൻ മുമ്പോട്ട് പോകുമായിരുന്നു. ഈ പ്രോസസ്സിൻ്റെ സമയത്ത് ഇടയ്ക്ക് ഒരു ചെറിയ സംശയത്തിൻ്റെ പേരിൽ എനിക്ക് സംശയം വന്നു, ഞാൻ പോകുമ്പോൾ അവിടെ ഇഷ്യൂ ഉണ്ടാകുമോ, അവിടെ കൺസൾട്ട് ചെയ്യാനൊക്കെ പാടില്ലെന്നൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് എനിക്ക് റീസെൻ്റ്ലി ആയിട്ട് നല്ലപോലെ ഒരു ബ്ലീഡിങ് വന്നു. അപ്പോൾ ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ നല്ല ഹെവി ബ്ലീഡിംഗ് ആയിരുന്നു. എൻ്റെ HB ഒക്കെ ഒത്തിരി കുറഞ്ഞു. ഹിമോഗ്ലോബിനൊക്കെ എനിക്ക് 13 ഉണ്ടായിരുന്നു, എനിക്ക് 9 കുറഞ്ഞു. അപ്പോൾ അത്രയും ഹെവി ബ്ലീഡിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ രണ്ടാമത് എനിക്ക് മനസ്സിലായി, എൻ്റെ ഒരു തെറ്റിദ്ധാരണ സംശയത്തിൻ്റെ പേരിൽ മാതാവ് സംശയിക്കാൻ പറ്റില്ല, ഇത്ര അനുഗ്രഹം എനിക്ക് തന്നതല്ലേ, അപ്പോൾ ഞാൻ ചെയ്ത തെറ്റാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുമ്പസാരിച്ച് സുർബാന സ്വീകരിച്ച് അമ്മയോട് മാപ്പ് പറഞ്ഞ് പൂർവ്വശക്തിയോടെ തൈലം പൊട്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ബ്ലീഡിങ് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇവൻ ഡോക്ടർ പോലും എന്നോട് അത് സജസ്റ്റ് ചെയ്തത്, സ്കാൻ ചെയ്തപ്പോൾ ഇച്ചിരി അത് ഇഷ്യൂ ഉണ്ടായിരുന്നു, ഒരു പോളിപ്പൊക്കെ കാണിച്ചായിരുന്നു. പക്ഷേ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഡോക്ടർ നല്ല പ്രാർത്ഥിച്ച് ഞങ്ങൾ 2ാം ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു, ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, ഇത് ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലീഡിങ് കംപ്ലീറ്റ് ആയി, സ്കാൻ റിപ്പോർട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ മുമ്പോട്ട് പോയി. ഇതാണ് എൻ്റെ 3ാമത്തെ സാക്ഷ്യം. 4ാമത്തേന്ന് പറയുമ്പോൾ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായ കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടത്. 2 പ്രാവശ്യം എൻ്റെ പപ്പയും മമ്മിയെന്ന് വെച്ചാൽ ഇവർ, ഞങ്ങൾ വൈക്കത്താണ്, പ്രോപ്പർ എൻ്റെ വീട് വൈക്കമാണ്. അപ്പം ആ സ്ഥലമെന്ന് വെച്ചാൽ കൊച്ചി ഐസൊലേറ്റഡ് ഏരിയയാണ്. എന്ന് വെച്ചാൽ അടുത്ത കൊത്തി വീട് ഉണ്ടായിരുന്നതാണ്. പക്ഷേ പിള്ളേരൊക്കെ പുറത്ത് പോയതുകൊണ്ട് മിക്ക വീടുകളിലും മാതാക്കളൊന്നുമില്ല. നമ്മുടെ വീട് കഴിഞ്ഞാൽ 10 വീട് പോലും വെക്കേറ്റായിട്ട് കിടക്കുവാണ്. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് പോകാൻ നേരത്ത് പപ്പയും മമ്മി എപ്പോഴും ഒറ്റയ്ക്കാണ്. ചുറ്റും വെള്ളമൊക്കെ ഉണ്ട്. ഇവർ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുമല്ല, എപ്പോഴും പുറത്തിറങ്ങി നടക്കുന്ന ആൾക്കാരും കൂടെയാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും സങ്കടമാണ് പുറത്തിറങ്ങുമ്പോൾ. എന്തെങ്കിലും പറ്റി കഴിയുകയാണെന്നുണ്ടെങ്കിൽ വേറെ അങ്ങനെ പോയി അന്വേഷിച്ച് ഇറക്കാനൊന്നും ആരുമൊന്നുമില്ല. പിന്നെ ഞാൻ മന്ത്ലി വൺസൊക്കെ വീട്ടിൽ പോകുന്നത്, അപ്പോഴാണ് കാണുന്നത്. അപ്പം പ്രത്യേകിച്ച് ഞാനപ്പം അന്ന് പോകുന്ന സമയത്തൊക്കെ മാതാവിനോട് പ്രാർത്ഥിച്ച് വീടിന് ചുറ്റും നടന്ന് വിശുദ്ധ ഉപ്പ് ചുറ്റിനും വിതറും കൊന്തയെല്ലാം അവരെ കഷ്ടം പിടിച്ച് കൊന്തയിലിട്ട് വീട്ടിൽ പോകുന്നത്. പക്ഷെ അന്നൊരു ദിവസം ഇന്ന പോലെ എൻ്റെ ഈ പ്രോസസ്സിൻ്റെ കാര്യം എല്ലാമായിട്ട് ആകെ ഒരു ഡിപ്രഷനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പോയത്. അപ്പം ഇറങ്ങുന്ന സമയത്ത് പപ്പയും അമ്മയും ഫ്രണ്ട് നിൽപ്പുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. മാതാവേ കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ, എനിക്ക് ഇവരെപ്പോഴും കാണാൻ പറ്റണേ, എനിക്കൊരു നല്ല കാലം വരുന്നവരെ കാണാൻ പറ്റണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് വൈകിട്ട് കിടന്നപ്പോൾ ഞാൻ കാണുവാണ്, ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ മുമ്പോട്ട് കുറച്ചധികം വഴിയുണ്ട്. ഞാൻ കാണുവാണ് മാതാവ്, നമ്മൾ പിള്ളേർ പിച്ച വെച്ച് നടക്കുമെന്ന് പറയില്ലേ, അല്ല മാതാവ് ഓരോ സ്റ്റെപ്പ് വെച്ച് മുമ്പോട്ട് നടന്നു വരിക. അപ്പം ഞാനിങ്ങനെ ഉറക്കത്തിൽ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മാതാവ് എന്നെ ഇങ്ങനെ പിച്ച വെച്ച് വരുന്നത്, ഞാൻ വേളാങ്കണ്ണി ഇങ്ങനെയല്ലേ മാതാവിനെ കാണാൻ നടന്നു വന്നത്, ഇങ്ങനെയായിരുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ എനിക്ക് എന്നാന്ന് മനസ്സിലായില്ല. പിറ്റേ ദിവസം അതുപോലെ ഞാൻ സ്വപ്നം കാണുക. ഞാൻ ഡോർ തുറന്ന് നോക്കുമ്പോൾ എൻ്റെ വീട്ടിലെ സെറ്റിയുടെ സോഫയുടെ കളറാണ്, കവറിൻ്റെ കളറെന്ന് വെച്ചാൽ മാതാവ് സിൽവർ ഗ്രേ കളറാണ്. മാതാവ് അതിലിങ്ങനെ ഇരിക്കുവാണ്. നമ്മുടെ വീട്ടിലൊരാൾ വന്ന് വീട്ടിലിരിക്കുമല്ലോ, അപരിചിതരല്ല, വീട്ടിലുള്ള
സ്നേഹമുള്ള ഒരാൾ വീട്ടിൽ ഇരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ വന്ന് ഇരിക്കുകൊണ്ട് എന്നെ നോക്കി ചിരിക്കുന്നു. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പറയും, ഉറക്കത്തിൽ പറയുമോ, മാതാവിൻ്റെ ഡ്രസ്സിൻ്റെ കളറും സെയിമാ, എൻ്റെ വീട്ടിലെ കവറും സെയിം ആണല്ലോ എന്ന് പറയും. അതവിടെ കഴിഞ്ഞു. പക്ഷേ എനിക്കിൻ്റെ അർത്ഥം മനസ്സിലാവുന്നേ ഇല്ല. ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ആൻറ്റിയുടെ വായിന്ന് അറിയാതെ ഇങ്ങനെ വന്നു, പപ്പ ഒരിടയ്ക്ക് നമ്മുടെ ഒരു ജനുവരിയിലൊക്കെ കുറേ പേർക്ക് പനിയൊക്കെ വന്ന സമയമുണ്ടായിരുന്നു, വൈറൽ ഫീവറിൻ്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ പേരൻസിന് കിട്ടിയായിരുന്നേ. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ആൻറ്റി എന്നോട് ഇങ്ങനെ പറഞ്ഞു, പപ്പ ഇങ്ങനെ മമ്മി ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ട് വീട്ടിൽ വന്ന് കിടക്കുവായി, അത് പപ്പയ്ക്കും പനിയായിരുന്നു. അങ്ങനെ ആ സമയത്ത് പപ്പ ഇങ്ങനെ പുറത്ത് പോയത്, എനിക്ക് കുറച്ച് താറാവൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിങ്ങനെ പപ്പ നോക്കാൻ വേണ്ടി പോയിരുന്നപ്പം തോട്ടിൽ നിന്ന് പയ്യ സ്ലിപ്പായിട്ട് BP കുറഞ്ഞ ആളൊന്ന് ചെളി വെള്ളത്തോട്ട് വീണ്. വെള്ളം എന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല ചെളിയുള്ള വെള്ളമാണ്, നല്ലപോലെ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, നല്ലപോലെ സാധ്യതയുണ്ട്. അപ്പോൾ ആൻറ്റി പറയുകയും ചെയ്തു, മമ്മി തലവസാണ് അവിടെ വെന്തിങ്ങയിൽ മാതാവിൻ്റെ ഒരു കാസ്റ്റ്യൂം വെഞ്ചരിച്ച് ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞു. എനിക്ക് എന്നാ സ്പാൻ ഓഫ് ടൈമിൽ പെട്ടെന്ന് വന്നത് കണ്ട സ്വപ്നമാണ്. അപ്പോൾ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പോയി എനിക്ക് ടെൻഷനില്ല, കാരണം എൻ്റെ അനിയൻ ഇവിടെ ഇല്ല, മാതാവ് അനുഗ്രഹത്താൽ അവൻ ഓൾറെഡി പുറത്ത് ഇവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. പിന്നെ ഞാനേ ഉള്ള ഇടയ്ക്ക് ചെല്ലാനായിട്ട് വീട്ടിലേക്ക്. അപ്പം ഞാൻ എവിടെ പോലും എനിക്ക് കുഴപ്പമില്ല, മാതാവ് എൻ്റെ വീട്ടിലുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം എപ്പോൾ വീട്ടിൽ പോയാലും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കും, അമ്മയും അതിന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ അതുകൊണ്ട് മാതാവ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് നല്ല വിശ്വാസമുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ മുല്ലപ്പൂവിന് നല്ല സുഗന്ധം, നല്ല ഇൻറ്റൻസ് ഫീലിംഗ് എനിക്ക് എപ്പോഴും കിട്ടാറുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഈ വർഷം എനിക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പോലെയല്ല, എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം വരുമ്പോൾ മാതാവ് ഒരു സൂചന നൽകുകയാണ് ചെയ്യുന്നത്. എന്തോ അച്ഛൻ ഇവിടെ പറയുന്ന ഒരു ദുരന്തം വരാൻ പോകുന്ന പോലെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങാനുള്ള ഒരു മുന്നോടിയായിട്ട് അമ്മ എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഇൻറ്റൻസ് ഫീലിംഗ് തന്നെ കഴിഞ്ഞ വർഷം ഫുൾ ടൈം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരും പറഞ്ഞു 2022 ഉടമ്പടി എടുത്തത് എനിക്ക് കുറച്ച് അധികം ഇത്രയും ഡിലേ വന്നു എൻ്റെ ഈ ജോലി ശരിയാകാനായിട്ട്. അതിനുള്ള കാരണം എനിക്ക് മാതാവ് വ്യക്തമാക്കി തന്നു. ഈ 3 വർഷം എൻ്റെ വീട്ടിൽ ഏറ്റവും വേണ്ടപ്പെട്ട 3 പേർക്ക് അറ്റാക്ക് ഉണ്ടായിരുന്നു. ഞാനിവിടെ ഉടമ്പടി പുതുക്കിയതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു, 3 മാസങ്ങളിലായിട്ടാണ് ഉണ്ടായത്. ശരിക്കും മാതാവ് കൂടെ ഉള്ളതുകൊണ്ട് ആ കറക്റ്റ് സമയത്ത് എനിക്ക് സിംറ്റം മനസ്സിലാക്കാനും അങ്ങനെ കൊണ്ടുപോകാനും അവർക്ക് യാതൊരു കുഴപ്പമില്ലാതെ അവരെല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുന്നു. പിന്നെ ഉടമ്പജത്തെക്കുറിച്ച് പറയാൻ നേരത്ത് രാവിലത്തെ പ്രാർത്ഥനകൾ മുടങ്ങാതെ ചെല്ലും, അച്ഛൻ്റെ പ്രാർത്ഥനയോടൊപ്പം ചെല്ലാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബൈബിൾ വായന മുടങ്ങാറില്ല, കുർബാന സ്വീകരിക്കാറുണ്ട്, ബലിയിൽ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ പൂർണ്ണമായി പങ്കെടുക്കാറുണ്ട്. കാരണം എനിക്ക് ചുമയുടെ ബുദ്ധിമുട്ട് വളരെ അധികമായിരുന്നു. കുർബാന സ്വീകരിക്കാതെ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. മാതാവ് പൂർണ്ണമായി സുഖപ്പെടുത്തിയതുകൊണ്ട് ഞാൻ കുർബാനയിൽ തീക്ഷ്ണമായി പങ്കെടുക്കാറുണ്ട്, കുമ്പസാരിക്കാറുണ്ട്, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാരണപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഞാൻ എറണാകുളത്ത് സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് കലൂര ഭാഗത്തൊക്കെ കുറേ പേര് കൈയും കാക്കില്ലാത്ത കുറേ അമ്മച്ചിമാരൊക്കെ ആരും ഇല്ലാത്തവരുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു 5 പേർക്കെങ്കിലും ഫുഡ് ഞാൻ ഉണ്ടാക്കി എല്ലാ ചൊവ്വാഴ്ചയും മുടക്കാതെയും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെ തന്നെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ ഒത്തിരി അമ്മമാരുണ്ട്, ഒരു 90% അമ്മമാരും ആരും ഇല്ലാത്തവരാണ്. അവരവർക്ക് കണ്ണ് കാണാൻ മേല, ചെവി കേൾക്കാൻ മേല, നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള അമ്മമാർ. അവർ പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നുമില്ല, നമ്മുടെ പ്രാർത്ഥന മാത്രമേ നമ്മുടെ സേവനം പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അടുത്ത് പോയി അവരെ പോയി കുളിപ്പിക്കും, ഡയപ്പറൊക്കെ മാറ്റി അവർക്കുള്ള ഫുഡ് കൊടുക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോസിൻ്റെ ഭാഗമായിട്ട് ഞാൻ കർണാടകയിലും പിന്നെ അതുപോലെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ പത്രങ്ങളും ഞാൻ കൊണ്ട് കൊടുത്ത് അവരോട് ഞാൻ പറയും, എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ ഞാൻ പറയും. കാരണം ഞാൻ തന്നെ ജീവിക്കുന്ന സാക്ഷ്യമാണല്ലോ, അത് പറഞ്ഞ് അത് കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും അധികം അനുഗ്രഹങ്ങൾ നൽകിയ അമ്മമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ജീവിതാവസാനം വരെ അമ്മയോടൊപ്പം കൈപിടിച്ച് നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആവേ മരിയ.